സ്റ്റഡി ലൈക്ക് എ ഹ്യൂമൻ നോട്ട് എ മെഷീൻ. അതായത് എല്ലാ സംഭവങ്ങളും നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് പകരം, അതായത് എല്ലാ സംഭവങ്ങളും ആ കൺസെപ്റ്റ് അതേമാതിരി നമ്മൾ കാണാപ്പാടം പഠിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം, ഒന്നുകൂടി വ്യക്തമായിട്ട് ആ സംഭവങ്ങൾ പഠിക്കുന്ന രൂപത്തിൽ ഒന്നുകൂടി നമ്മളെ, അതാ ഞാൻ പറഞ്ഞത് സ്റ്റഡി ലൈക്ക് എ ഹ്യൂമൻ പഠിക്കണ വരി, മനുഷ്യന്മാർ പഠിക്കണ വരി പഠിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് സ്റ്റഡി ബ്രേക്ക് ദെൻ സ്റ്റഡി ബ്രേക്ക്. അതായത് അതിൽ ഇങ്ങനൊന്നുമില്ല ഇത്ര ടൈം പഠിക്കുക, 25 മിനിറ്റ് പഠിക്കുക, എന്നിട്ട് 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അങ്ങനൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ ടോപ്പിക്കുകൾ ഉണ്ടാവും. അതിൽ ഓരോ ടോപ്പിക്കുകൾ ചൂസ് ചെയ്യുക. എന്നിട്ട് ഓരോ സംഭവം കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, കുറച്ച് ബ്രേക്ക് എടുക്കുക, എന്നിട്ട് അടുത്ത് പഠിക്കുക, എന്നിട്ട് ബ്രേക്ക് എടുക്കുക. ഇതിനെക്കുറിച്ച് ആൻഡ്രൂ ഹ്യൂബർമാൻ പറയുന്നുണ്ട്, നമ്മളൊരു സംഭവം പഠിച്ചില്ല ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഒരു കാംനെസ് അല്ലെങ്കിൽ ചെറിയൊരു ബ്രേക്ക് എടുത്താൽ തന്നെ ആ സംഭവം നമ്മളെ നമ്മുടെ മെമ്മറിയിൽ നല്ല രീതിയിൽ സ്റ്റോർ ആവും, ബ്രെയിനിൽ നല്ല രീതിയിൽ സ്റ്റോർ ആവും. അപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞ സ്റ്റഡിയിലേക്ക് ഹ്യൂമൻ എന്ന് പറഞ്ഞല്ലോ, അടിയത്തെ പോയിന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, സ്റ്റഡി ബ്രേക്ക് ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ പഠിക്കുക. അതായത് ഞാൻ പറഞ്ഞല്ലോ അതിന് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് റെസ്റ്റ്. ആ റൂള് ഞാൻ ഒരിക്കലും ഫോളോ ചെയ്യലില്ല. നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണോ പഠിക്കാല്ലേ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അതിലൊരു സംഭവം എടുക്കുക, ഒരു സ്റ്റെപ്പ് എടുക്കുക, ഒറ്റ പോർഷൻ എടുക്കുക, അത് കംപ്ലീറ്റ്ലി പഠിക്കുക. അത് മേ ബി ഒരു 1 hour എടുക്കാം, ചിലപ്പോൾ ഇനി 20 മിനിറ്റ് എടുക്കുള്ളൂ, ചിലപ്പോൾ 40 മിനിറ്റ് എടുക്കും. ഏതായാലും ആ സംഭവം പഠിച്ചിട്ട് എന്ത് ചെയ്യുക, എന്നിട്ട് ബ്രേക്ക് എടുക്കുക. അതാണ് ഫസ്റ്റ് അല്ല നമുക്ക് മനുഷ്യന്മാർ പഠിക്കുന്ന രൂപത്തിൽ പഠിക്കാൻ പറ്റണേ ഫസ്റ്റ് സംഭവം. അല്ലാതെ ഒറ്റയ്ക്ക് 4 മണിക്കൂറിൽ നിന്ന്